രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുന്നുവെന്ന് നഗരസഭാ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും താമരക്കുളം ഡിവിഷനിലെ LDF സ്ഥാനാർത്ഥിയുമായിരുന്ന ഷൈജി ടീച്ചർ. ഞാൻ 5 വർഷത്തെ ഒരു കൗൺസിലർ എന്നുള്ള നിലയിൽ വളരെ തിരക്കേറിയ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇനി വേണ്ട ഒരു വിശ്രമം ആവശ്യമാണെന്ന് തോന്നിയിരുന്നു. പക്ഷെ പിന്നീട് വാർഡിൽ നിന്നുള്ള എല്ലാവരുടെയും സ്നേഹപൂർണമായ അഭ്യർത്ഥനയും പാർട്ടിയുടെ നിർബന്ധവും വന്നപ്പോൾ ഞാൻ മത്സരിച്ചതാണ്. അപ്പോൾ ആ മത്സരിച്ചതിൽ ഞാൻ പ്രതീക്ഷിച്ചതുപോലെയുള്ള ഞാൻ 100% പ്രതീക്ഷിച്ചിരുന്നു ജയിക്കുമെന്ന്. ആ ഒരു വിജയം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് എനിക്കൊരു അംഗീകാരം കിട്ടിയില്ല. അതിനെ ഞാൻ അംഗീകരിക്കുന്നു. ജനങ്ങളുടെ വിധി നമ്മൾ അംഗീകരിക്കുന്നു, ജനവിധി. അപ്പോൾ ഇനി തുടർന്ന് പൊതുപ്രവർത്തനത്തിൽ അതിന് വലിയ പ്രസക്തി ഇല്ല. നമ്മൾ വികസനത്തിന്റെ കാര്യത്തിൽ എൻ്റെ വാർഡിൽ എനിക്ക് എല്ലാം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം നമ്മുടെ വാർഡിൽ അങ്ങനെയൊക്കെ പ്രത്യേകമായ ആവശ്യങ്ങൾ തന്നെ ഇല്ല. ആ ഒരു അവസ്ഥയിൽ ജനങ്ങളുടെ ഒരു അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾക്ക് പിൻവാങ്ങാൻ സമയമായി എന്നാണ്. അതാണ് ഞാൻ പൊതുപ്രവർത്തനത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുദ്ദേശിച്ചത്. താമരക്കുളം ഡിവിഷനിൽ വിജയം പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കുന്നു. കഴിഞ്ഞ 5 വർഷം ജനപ്രതിനിധി എന്ന നിലയിൽ താമരക്കുളം ഡിവിഷന്റെ വികസനത്തിനായി ഏറെ കാര്യങ്ങൾ ചെയ്യാനായി. ഡിവിഷനിൽ വികസന നേട്ടമുണ്ടാക്കാനായി. നഗരസഭയുടെ വികസന നേട്ടങ്ങൾ വോട്ടായില്ല. സംസ്ഥാന തലത്തിലുണ്ടായ ഒരു UDF തരംഗം നിലമ്പൂർ നഗരസഭയിലും ഉണ്ടായി. ജനവിധി മാനിച്ചാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുന്നത്. സജീവമായി രാഷ്ട്രീയ രംഗത്തും ഉണ്ടാവില്ല. എന്നാൽ പൊതുരംഗത്ത് നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുന്നു എന്ന് ഇതിനർത്ഥമില്ലെന്നും ഷൈജി ടീച്ചർ പറഞ്ഞു. താമരക്കുളത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇടതുപക്ഷത്തിന്റെ അടിസ്ഥാനമുള്ള ഒരു വാർഡല്ല. എങ്കിലും കഴിഞ്ഞ 5 വർഷം കൊണ്ട് എനിക്ക് ഉണ്ടായ ഒരു ബന്ധങ്ങളും അതിനനുസരിച്ച്, അതായത് ഒരു വലിയ പൊളിറ്റിക്സിന്റെ ഭാഗമായി ചിന്തിക്കാതെ എന്നോടുള്ള ഒരു അടുപ്പം കൊണ്ട് എല്ലാവർക്കും നിർബന്ധിച്ചുകൊണ്ടാണല്ലോ ഞാൻ നിന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജയിക്കുമെന്ന് അവസാന നിമിഷം വരെയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പിന്നെ അതിനിടയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ഉണ്ടായ പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്നൊക്കെ ആയിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പൊ അതിൻ്റെയും അപ്പുറത്തേക്ക് എന്താണേലും ഒരു ജനങ്ങളുടെ വോട്ടെന്ന് പറയുന്നത് അവരെടുക്കുന്ന ഒരു തീരുമാനമാണ്. അത് എന്തിന്റെ പേരിലാണെങ്കിലും, ആര് പറഞ്ഞു അല്ലെങ്കിൽ ആരുടെ സ്വാധീനം മൂലമാണെന്നുള്ളതല്ല നമ്മളതിൽ കണക്കാക്കുന്നത്. അപ്പൊ അവരുടെ വോട്ട് തീർച്ചയായിട്ടും എനിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാവാം. അത് എന്നോടുള്ള ഇഷ്ടക്കുറവ് കൊണ്ടല്ലാന്ന് എനിക്ക് 100% ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും അതിന് അത്രയേറെ ആളുകൾ എന്നെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചതിനേക്കാൾ വോട്ട് എനിക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പല ഘടകങ്ങളുണ്ട്. അതിപ്പോ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതാണെന്നും കൂടി ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്ര ചെയ്തു. അപ്പൊ സ്വരം നല്ലതായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ള രീതിയിൽ വിചാരിക്കും. വികസനത്തിന്റെ കാര്യത്തിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട്. 100% പരിപൂർണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ചെയ്ത കാര്യങ്ങൾക്കനുസരിച്ചുള്ള റിസൾട്ട് അല്ല വന്നിരിക്കുന്നത്. ഇപ്പം മയ്യന്താനി ആണെങ്കിലും താമരക്കുളം ആണെങ്കിലും ഒക്കെ അതിന് ഉദാഹരണമാണ്. വികസനം കേരളത്തെ സംസ്ഥാനം ഒട്ടുക്ക് വികസനം മാത്രമല്ല ജനങ്ങൾ എടുത്തിരിക്കുന്നത്. അതിന്റെ പ്രത്യേകിച്ചും ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ അവരുടെ വോട്ടിംഗ് പാറ്റേൺ തന്നെ മറ്റൊരു രീതിയിലാണ്. ഇനി മറ്റ് ഇപ്പോഴത്തെ ഇപ്പൊ നമ്മുടെ ഇടതുപക്ഷ രാഷ്ട്രീയക്കാർ പറയുന്ന പോലെ ആ ഒരു കാരണം എന്തെന്നുള്ളത് കൃത്യമായിട്ട് അവലോകനം ചെയ്യണം. ഒരു ഇമോഷണലി ഉള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതില് കാരണങ്ങള് പലതാണ്. അത് കണ്ടുപിടിക്കാൻ പാർട്ടി തന്നെ ചർച്ച ചെയ്ത് തിരുത്തലുകളൊക്കെ വരുത്തുമെന്ന് കരുതുന്നു. LDFന് ലഭിക്കേണ്ട വോട്ടുകൾ പൂർണ്ണമായി ലഭിച്ചിട്ടില്ല. താമരക്കുളത്ത് വോട്ട് ചോർച്ച പരാജയ കാരണം ആയിട്ടുണ്ട്. ഇക്കാര്യങ്ങൾ പാർട്ടിയാണ് പരിശോധിക്കേണ്ടത്. പാർട്ടിയും ഡിവിഷനിലെ വോട്ടർമാരും ആവശ്യപ്പെട്ടതിനാലാണ് വീണ്ടും മത്സരിച്ചത്. തുടങ്ങിവെച്ച പല കാര്യങ്ങളും പൂർത്തീകരിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. സർവീസ് സംഘടന രാഷ്ട്രീയത്തിലാണ് മുൻപ് പ്രവർത്തിച്ചിരുന്നത്. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നതിനും ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുവാനും കഴിഞ്ഞ 5 വർഷം കൊണ്ടായി എന്നത് നേട്ടമായി കാണുന്നു. എന്തായാലും ഇനി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ലെന്നത് ഉറച്ച തീരുമാനമാണെന്നും അവർ പറഞ്ഞു. ഗോൾഡ്, പ്യൂർ ഗോൾഡ്. ഗ്രൂപ്പ് നിലമ്പൂർ.